സാർ, പയർവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, അരി, ആട്ട, പഞ്ചസാര എന്നിവ ഉൾപ്പെടെ 13 അവശ്യ സാധനങ്ങൾ 50% വരെ വിലക്കുറവിൽ നൽകിക്കൊണ്ട് പൊതുവിപണിയിൽ വില നിലവാരം നിയന്ത്രിക്കുന്നതിന് സപ്ലൈകോ ഇടപെടുന്നുണ്ട്. 2026-27 കാലയളവിൽ 100 സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ നവീകരിക്കാൻ ലക്ഷ്യമിടുന്നു. സപ്ലൈകോ ഔട്ട്ലെറ്റിൻ്റെ നവീകരണത്തിനും എൻ്റർപ്രൈസസ് പ്ലാനിങ്ങിനും വേണ്ടി 17.8 കോടി രൂപ വകയിരുത്തുന്നു. സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കായി 95.55 കോടി രൂപ വകയിരുത്തുന്നു. സർ, KDISC, കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ, കേരള നോളജ് എക്കോണമി മിഷൻ പരിപാടി ഗണ്യമായ പുരോഗതി കൈവരിച്ചു. കേരളത്തിലെ വിദ്യാസമ്പന്നരായ യുവാക്കൾക്കിടയിൽ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും സമൂഹത്തെ ശാക്തീകരിക്കുന്നതിനും കഴിവുകൾ വളർത്തിയെടുക്കുന്നതിനും ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള കേരളത്തിൻ്റെ പ്രയാണത്തെ നയിക്കുന്നതിന് ഒരു പൊതുപരിപാടിയാണ് വിജ്ഞാന കേരളം. KDISCിൻ്റെ സഹായത്തോടെ വികസിപ്പിച്ചെടുത്ത ലിഥിയം, ടൈറ്റാനിയം ഓക്സൈഡ്, LTO ബാറ്ററി കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് എല്ലാ സഹായവും നൽകുന്നതാണ്. ഇന്നൊവേഷൻ പ്രോഗ്രാമുകൾ, വിജ്ഞാന കേരളം പ്രോഗ്രാം എന്നിവ ഉൾപ്പെടെ KDISCിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് 60 കോടി രൂപ വകയിരുത്തുന്നു. സാർ, പാർലമെൻ്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിനായി തിരുവനന്തപുരത്ത് ഭൂമി അനുവദിച്ചിട്ടുണ്ട്. വർഷങ്ങളായി വാടകക്കെട്ടിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിന് 5 കോടി രൂപ അനുവദിക്കുന്നു. ധനകാര്യ വകുപ്പ്, സാർ, GSpark, UniSpark, ഗെയിൻ, PF 2.0 എന്നിവയുടെ പിന്തുണയ്ക്കായി പ്രൊജക്ട് മാനേജ്മെൻറ്റ് യൂണിറ്റ് സ്ഥാപിക്കുന്ന ധനകാര്യ വകുപ്പിൻ്റെ IT സോഫ്റ്റ്വെയർ വിഭാഗം ശക്തിപ്പെടുത്തൽ, ധനകാര്യ വകുപ്പിൻ്റെ ബജറ്റ് വിഭാഗം ശക്തിപ്പെടുത്തൽ തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങൾക്കായിട്ട് 5.4 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, കിഫ്ബി, കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ രംഗത്ത് വിസ്മയകരമായ പുരോഗതിയാണ് കിഫ്ബിയിലൂടെ സാധ്യമായത്. നാളിതുവരെ 96,554 കോടി രൂപയുടെ പദ്ധതി 1216 പദ്ധതികൾക്ക് കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. ദേശീയപാത വികസനത്തിനും വ്യാവസായിക പാർക്ക് ഉൾപ്പെടെ ഭൂമി എടുക്കുന്നതിനായിട്ട് 20,000 കോടി രൂപ കിഫ്ബിയിലൂടെ മാറ്റിവെച്ചു. 44,414 കോടി രൂപയുടെ 814 പദ്ധതികൾ ടെൻഡർ ചെയ്തിട്ടുണ്ട്. 41,701 കോടി രൂപയുടെ 744 പദ്ധതികൾ കരാർ നൽകിയിട്ടുണ്ട്. 24,734 കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തീകരിച്ചു. വിവിധ മേഖലകളിൽ നടത്തിയിട്ടുള്ള ധാരാളം പ്രവർത്തനങ്ങളുണ്ട്. സാർ, നാളിതുവരെ 38,535 കോടി രൂപ കിഫ്ബി ചെലവഴിച്ചു. അതിൽ 28,036 കോടി രൂപയും ഈ സർക്കാരിൻ്റെ കാലത്താണ് സാർ ചിലവാക്കിയത്. GST വകുപ്പ്, സാർ, സംസ്ഥാന GST വകുപ്പിൻ്റെ സമീപകാല നാഴികക്കല്ലായ പരിഷ്കാരങ്ങൾ നികുതി സേവനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും സംസ്ഥാന ഖജനാവിൻ്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ട്. വിപുലമായ ഡാറ്റ വിശകലനത്തിലൂടെ GST വകുപ്പിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും കാര്യക്ഷമമായ നിർവഹണത്തിനും തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള നയതീരുമാനത്തിനും പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സാധിക്കുന്നതാണ്. GST വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കായി 26.15 കോടി രൂപ വകയിരുത്തുന്നു. സാർ, സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നതോടൊപ്പം കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന ജില്ലയാണ് എറണാകുളം. എറണാകുളത്ത് കേന്ദ്രീകരിച്ച് ആധുനിക സൗകര്യങ്ങളോടുകൂടി ഒരു ഫിനാൻസ് ടവർ GST വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് അവിടെ നിർമ്മിക്കുന്നതാണ്. അതിനുള്ള പദ്ധതി തയ്യാറാക്കുന്നതായിരിക്കും. സാർ, GST സമ്പ്രദായം നിലവിൽ വന്നതോടെ നികുതി നിർവഹണ പ്രക്രിയ ആധുനിക സാങ്കേതികതയുടെയും വിവര വിശകലനത്തിൻ്റെയും ഡാറ്റ അനലിറ്റിക്സ് പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ മുൻകാല ചെക്ക് പോസ്റ്റ് അടിസ്ഥാന സൗകര്യങ്ങളെ അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങൾക്ക് ഫലപ്രദമായി പുനർവിന്യസിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു. നിലവിലുള്ള പൊതു ആസ്തികൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ അന്തർ സംസ്ഥാന വ്യാപാര വിനിമയങ്ങളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യാനും സാധിക്കും. സാർ, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ അവർ നിർമ്മിക്കുന്ന കെട്ടിടത്തിന് വൺ ടൈം സഹായമായി 5 കോടി രൂപ ഉൾപ്പെടെ 6.5 കോടി രൂപ വകയിരുത്തുന്നു. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി നടത്തുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ GSTയെ സംബന്ധിച്ചുള്ള കോഴ്സ് എന്ന നിലയിൽ അംഗീകൃത സർട്ടിഫിക്കറ്റ് കോഴ്സായിട്ട് സർക്കാർ അംഗീകരിച്ചിരിക്കുകയാണ്. സാർ, സാമ്പത്തിക സ്ഥിതി വിവര കണക്ക് മേഖലയിൽ വിവിധ പ്രവർത്തനങ്ങൾക്കായിട്ട് 8.02 കോടി രൂപ മാറ്റിവെക്കുന്നു. സാർ, എക്സൈസ് വകുപ്പ്, ലഹരി, മദ്യപാനം എന്നിവയുടെ ദൂഷ്യവശങ്ങളെപ്പറ്റി വിദ്യാർത്ഥികളെയും യുവാക്കളെയും പൊതുജനങ്ങളെയും ബോധവാന്മാരാക്കുന്നതിന് സംസ്ഥാന വ്യാപകമായി ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ വിമുക്തി മിഷൻ്റെ ഭാഗമായി നടത്തിവരുന്നു. ആരോഗ്യവകുപ്പിൻ്റെ ആശുപത്രിയിലും ഒപ്പം 14 ജില്ലകളിലും ഡി അഡിക്ഷൻ സെൻ്ററുകളും റീജിയണൽ കൗൺസിലിംഗ് സെൻ്ററുകളും അടക്കമുണ്ട്. വിമുക്തി മിഷൻ്റെ കീഴിലുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ എക്സൈസ് വകുപ്പിനായി 23.31 കോടി രൂപ വകയിരുത്തുന്നു. ജുഡീഷ്യറി, സാർ, ജുഡീഷ്യറിയുടെ വിവിധ കോടതികളുടെ പ്രവർത്തനങ്ങൾ, നിർമ്മാണം, ആധുനികവൽക്കരണം തുടങ്ങിയവരൊക്കെയായിട്ട് 24.65 കോടി രൂപ വകയിരുത്തുന്നു. പൊതുമരാമത്ത് വകുപ്പിൻ്റെ വിവിധ ഓഫീസ് നിർമ്മാണങ്ങൾക്കായിട്ട് 76.41 കോടി രൂപ വകയിരുത്തുന്നു. നിയമസഭാ സെക്രട്ടേറിയറ്റ് വിവിധ പ്രവർത്തനങ്ങൾക്കൊപ്പം നിയമസഭാ മ്യൂസിയത്തിൽ EMS സ്മൃതി മണ്ഡപം സ്ഥാപിക്കുന്നതിനായിട്ട് 1.93 കോടി രൂപ ഉയർത്തുന്നു. സാർ, നവകേരള സദസ്സിൽ ഉരുത്തിരിഞ്ഞു വന്ന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ നടത്തിപ്പിനായി 210 കോടി രൂപ വകയിരുത്തുന്നു. ഓരോ നിയോജകമണ്ഡലത്തിലും പരമാവധി 7 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് ഓരോ MLAയ്ക്കും ഓരോ MLAമാരും സജസ്റ്റ് ചെയ്യാവുന്നത്. സാർ, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി 5.74 കോടി രൂപ ഉൾപ്പെടെ കേരള സർവീസ് കമ്മീഷൻ 9.65 കോടി രൂപ വകയിരുത്തുന്നു.
സർ, റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് എന്ന ബാഹ്യ സഹായ പദ്ധതിക്കായി 1000 കോടി രൂപ മാറ്റിവെക്കുന്നു. ലീഗൽ മെട്രോളജി വകുപ്പിന് 4.1 കോടി രൂപ വെക്കുന്നു.